നമുക്ക് എസ്ഒ ലൈൻ എന്നൊരു ഓപ്ഷൻ എങ്ങനെ ഈ ടോപ്പ് കോണിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാമേ. എസ്ഒ ലൈൻ, അതായത് നമ്മൾ ഈ റെഫറൻസ് ലൈനൊക്കെ പോലെ ലൈക്കയിലൊക്കെ റെഫറൻസ് ലൈൻ എന്ന് പറയുക, റെഫറൻസ് ലൈൻ പോലെ യൂസ് ചെയ്യുന്ന എസ്ഒ ലൈൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനും ആദ്യം നമ്മൾ ഈ പേജ് ഒന്ന് മാറ്റുക. പേജ് മാറ്റി മെനുവിൽ വന്നു. ഈ മെനുവിൽ ഓക്കെ കൊടുക്കുക. മെനുവിൽ ഓക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏരിയ കാൽക്കുലേഷൻ, എസ്ഒ ലൈൻ അല്ലേ, എസ്ഒ ആർക്ക്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ എസ്ഒ ലൈൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റർ ബട്ടൺ. എസ്ഒ ലൈനിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൈൻ ബേസ് ലൈൻ വരും, ഒക്വേർഡ് ഓറിയൻറ്റേഷൻ വരും, സെറ്റ് ഔട്ട് ലൈൻ വരും. അതായത് നമുക്ക് ഇവിടെ മിഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ, ഓറിയൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയി ഓറിയൻറ്റേഷൻ ചെയ്യാം. റീസെക്ഷനാണോ റീസെക്ഷൻ ചെയ്യണമെങ്കിൽ റീസെക്ഷൻ ചെയ്യാം, അല്ലാതെ നമ്മൾ കോർഡിനേറ്റ് ബേസിൽ പോകണം അങ്ങനെ ചെയ്യാം, അസമിത് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇപ്പോൾ ഡിഫൈൻസ് ബേസ് ലൈൻ എന്ന് കണ്ടോ, ഈ ഡിഫൈൻ ബേസ് ലൈനിൽ വരുന്നത് രണ്ടാമത് വരുന്നത്, അതായത് ഏതെങ്കിലും രണ്ട് ബേസ് ലൈനുകൾ, ഒരു ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് ബേസ് പോയിൻറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഇതിൽ എൻ്റർ ചെയ്തു, ഓക്കെ കൊടുത്തു. ഡിഫൈൻ ഫസ്റ്റ് പോയിൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു പോയിൻ്റ് അടിക്കാം. വെറുതെ ഒരു പോയിൻറ്റിലേക്ക് ഇപ്പം മെഷർ ചെയ്യണം. ഒന്നെങ്കിൽ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ENH എത്രയാണെന്നുള്ളത്, നോർത്ത് ഈസ്റ്റിങ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല, നമുക്കിപ്പോൾ ഒരു പോയിൻ്റാണ് വേണ്ടതെങ്കിൽ ആ പോയിൻറ്റിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഇത് ജസ്റ്റ് മെഷർ കൊടുത്താലും മതി. ഈ മെഷർ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ റീഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് മെഷറാവും. പിന്നെ അതേ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോകാനും പറ്റും. ഇപ്പം ഞാൻ ഇവിടെ മെഷർ കൊടുക്കുകയാണ്. ഫസ്റ്റ് പോയിൻ്റ് മെഷർ കൊടുത്തു, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് റീഡിങ് വന്നിരിക്കുന്നത്. അത് ഓക്കെ കൊടുത്തു. ഡിഫൈൻ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിൻ്റ് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ജസ്റ്റ് പോയിൻ്റ് അടിച്ച് കൊടുക്കാം. ഇവിടെയും ഡിഫൈൻ സെക്കൻഡ് പോയിൻറ്റിലും മെഷർ കൊടുത്തു, സ്റ്റോപ്പ് ചെയ്തു, ഓക്കെ കൊടുത്തു. അതുകൊണ്ട് ആ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ആംഗിള്, അതുപോലെ അതിൻ്റെ ഡിസ്റ്റൻസ് ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ചോദിക്കുന്നത് സെറ്റ് ഔട്ട് ലൈനിൻ്റെ അകത്ത് ഈ പോയിൻ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് നമുക്ക് സ്റ്റേക്ക് ഔട്ട് ആയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ലൈനിൽ ഏതെങ്കിലും ഓഫ്സെറ്റ് അടിച്ച് സെറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പോയിൻ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ പോയിൻ്റിൽ ഓക്കെ കൊടുത്തു. പോയിൻ്റിൽ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ്. ഈ ഒരു പോയിൻ്റ് ഇൻക്രീസ് ചെയ്ത് പോകും. അതായത് ഇത് 1 മീറ്റർ എന്ന് കൊടുത്തേക്കുന്നത് 1 മീറ്ററിൽ വേണം ഒരു പോയിൻ്റ് അടിക്കുക, രണ്ടാമത് 2 മീറ്ററിൽ അടിക്കുക, അങ്ങനെ 1 മീറ്ററിൽ ഇൻക്രീസ് ചെയ്ത് പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈൻ, ഈ നമ്മളെടുത്ത ലൈൻ എത്രയാണ്, 00 ആണെങ്കിൽ 00 ലൈൻ കൊടുക്കുക. ലൈനിൽ എത്ര മീറ്റർ ലൈനിൽ, ആ ഒരു 2 പോയിൻറ്റുകൾക്കിടയിലുള്ള ലൈനിൽ, അല്ലെങ്കിൽ ആ ഒരു ബേസ് ലൈനിൽ കൂടെ നമുക്ക് എത്ര മീറ്റർ മുമ്പോട്ടും പുറകോട്ടും പോകേണ്ടി വേണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു 5 മീറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 5 മീറ്റർ കൊടുക്കുക, എൻ്റർ അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 2 മീറ്റർ നമുക്ക് മുമ്പോട്ട് പോകണം. ആ 2 പോയിൻറ്റിൽ നിന്ന് 2 മീറ്റർ മുമ്പോട്ട് പോകുകയാണെങ്കിൽ 2 കൊടുക്കുക. ഈ താഴത്തെ ആരോയിൽ ഞെക്കി കൊടുക്കുക. അതിൻ്റെ അകത്ത് ഓഫ്സെറ്റ് എത്ര വേണം, ഓഫ്സെറ്റ് എത്ര മീറ്റർ അങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും എത്ര മീറ്റർ ഓഫ്സെറ്റ് വേണം എന്നുള്ളതാണ് ഈ ഓഫ്സെറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് നമുക്കിപ്പം 0 കൊടുക്കണം, 0 കൊടുക്കാം. ഇടത്തോട്ടും വലത്തോട്ടും പോകണം. ലൈനിലാണ് നമുക്ക് 2 മീറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് 0 കൊടുക്കുക. ഇപ്പം 2 മീറ്റർ ലൈനിൽ മുമ്പോട്ട് പോയിട്ട് ഒരു വലത്തോട്ട് ഒരു 50 സെൻറ്റി മാറിയാണ് നമുക്ക് പോയിൻ്റ് വേണ്ടതെങ്കിൽ, അതായത് ലൈനിൽ 2 മീറ്റർ പോയിട്ട് വലത്തോട്ട് മാറി ഒരു 50 സെൻറ്റിക്കാണ് നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റിൽ നമുക്ക് പോയിൻ്റ് 5 എന്ന് കൊടുക്കാം, 50 സെൻറ്റി എന്ന് കൊടുക്കാം. ഇനിയിപ്പം ഇടത്തോട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കുക, -0.5 എന്ന് കൊടുക്കുക. അപ്പോൾ ഇടത്തോട്ട് മാറും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് 00 തന്നെ നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ ആ ലൈനിൽ തന്നെ എങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാൻ ചുമ്മാ നോക്കാമേ. ഇതാണ് നമ്മൾ 2 മീറ്റർ അടിച്ച് കൊടുത്തിരിക്കുന്നത്. 2 മീറ്റർ കൊടുത്തു, ഓക്കെ കൊടുത്തു. സെറ്റ് ഔട്ട് ലൈൻ, ഈ ലൈനിൽ സെറ്റ് ഔട്ട് ചെയ്യുകയാണ്. SO നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ ഇവർ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ സെറ്റ് ഔട്ട് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് ഏത് പോയിൻ്റിലുള്ള കോർഡിനേറ്റാണോ ആ കോർഡിനേറ്റ് ഇവർ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇത് ഫ്രണ്ട് ബാക്ക് കാണിക്കുന്നുണ്ട്, ഇത് ലെഫ്റ്റ് റൈറ്റ് കാണിക്കുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ നമ്മൾ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മുമ്പോട്ടും പുറകോട്ടും ഇവിടെ ലൈൻ മാറിക്കൊണ്ടിരിക്കും, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെഫ്റ്റിലോട്ട്
ജസ്റ്റ് ഒന്ന് മെഷർ കൊടുക്കുക. സ്റ്റോപ്പ് ചെയ്യാണ്ടല്ലേ. ലെഫ്റ്റ് റൈറ്റ് 9 മില്ലി പോകണം, ഇടത്തോട്ടൊരു 3 സെൻറ്റിയും പോകണം. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അത് ഞാനിപ്പം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിക്കുന്നതുകൊണ്ടാണ് ഇത് മാറി മാറി പോകുന്നത്. ഇനി ലെഫ്റ്റ് റൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്ക്രൂവിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താലും മതി. അല്ലേ, ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് 0 ആണ്. ഫ്രണ്ട് ബാക്ക് ഞാനൊരു വാളിലേക്കാണ് ഇത് മെഷർ ചെയ്തിരിക്കുന്നത്. ആ വാളിലേക്ക് ഫ്രണ്ട് ബാക്ക് ഒരു 1.5 സെൻറ്റി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ആ ലൈനിലായി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഇതിപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ഔട്ടാണ് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ ഇനി ഈ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ലൈൻ കൊടുത്തു, ആ ലൈനിലാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഷർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഇപ്പോൾ 7 മീറ്ററും കൂടെ ഫ്രണ്ടിലോട്ട് മാറിയാണ് നിൽക്കുന്നത്. ഓക്കെ, ഉണ്ടല്ലേ. അതായത് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ പോയിൻ്റ് വെച്ച് സെറ്റ് ഔട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആ ലൈനിനെ ബേസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ ആ ലൈനിൽ എത്ര മീറ്റർ മുമ്പോട്ടും പുറകോട്ടും ആണെന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പ്രസം പിടിച്ച് കഴിഞ്ഞാൽ എത്ര മീറ്റർ മുമ്പോട്ടും പുറകോട്ടും പോകണം, എത്ര ആംഗിൾ ഇങ്ങോട്ട് മാറണം എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഓക്കെ, ഇല്ല ഇപ്പോൾ ആ ലൈനിലാണ്. ലൈനിൽ 0 മില്ലി കിട്ടിയിട്ടുണ്ട്. കട്ട് ലൈനിൻ്റെ ലെങ്ത്ക്ക് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് ഇപ്പം മെഷർ ചെയ്തിരിക്കുന്ന ലെങ്ത്ത് ഓഫ് ലൈന് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് അടിച്ച് പോകാം.